മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വിഷയം കത്തിപ്പടരുകയാണ്. കുൽസിത പ്രവൃത്തി തന്നെയാണ് മെയിൻ വിഷയം. ഗണേഷ് കുമാറിൻ്റെ ഭാര്യ പറയുന്ന കുറച്ച് വാക്കുകൾ കേൾക്കാം. എൻ്റെ ബെഡ്റൂമില് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എനിക്ക് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാണുമ്പോൾ സാധാരണ ഒരു സ്ത്രീ എന്താ ചെയ്യുക? സാധാരണ ഒരു സ്ത്രീ അവരെ വെട്ടി മുറുക്കും അല്ലേ? നമ്മൾ ഈ സിനിമയിലൊക്കെ കറക്റ്റ് പോയിന്റാണ്. ഇത് പറയണ ആരാണ്? ബിന്ദു മേനോനാണ് പറയണത്. ഗണേഷ് കുമാറിൻ്റെ രണ്ടാമത്തെ ഭാര്യ. ആദ്യത്തെ ഭാര്യ യാമിനി തങ്കച്ചൻ ഒരുപാട് ഇവരെ കുടുംബജീവിതത്തിൽ അനുഭവിച്ചു. ഒരുപാട് വിഷയങ്ങളായി. അതിനുശേഷമാണ് ഈ സ്ത്രീ ഈ ബിന്ദു മേനോൻ ഗണേഷ് കുമാറിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്തൊക്കെ നല്ല ഇതായിരുന്നു. അവർ ഭാര്യയും ഭർത്താവ് എന്നുള്ള സ്നേഹം ഉണ്ടായിരുന്നു. ഗണേഷ് കുമാറിന് 1-2 സ്ത്രീകളൊന്നും അല്ല കേട്ടോ. അപ്പം നമുക്ക് ബാക്കി കേൾക്കാം. അങ്ങനെയല്ലേ, മന്ത്രി സിനിമയിൽ അഭിനയിക്കുന്നതല്ലേ? ഞാൻ വിളിച്ചു, 112 വിളിച്ചു. അവർ വന്നു. പക്ഷെ അവർക്ക് അവരുടെ പരിധിയിലുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അവരുടെ പരിധിയിലുള്ള സ്റ്റേഷനല്ല. എനിക്ക് അതിനെ കുറിച്ചൊന്നും മനസ്സിലായില്ല. ബിക്കോസ് ഞാൻ വളരെ ഒരു ഡിസ്ട്രസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വിളിച്ചപ്പോൾ ലേഖ ചേച്ചി എൻ്റെ ബ്രദറിന്റെ വൈഫിനെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് 112 കൺട്രോൾ റൂമിൽ വിളിച്ച കാര്യം പറയാൻ പറഞ്ഞു. ബിക്കോസ് ഐ വാണ്ടഡ് പ്രൊട്ടക്ഷൻ. എൻ്റെ ഫോണെല്ലാം എടുക്കാനും മിനിസ്റ്ററുടെ സ്റ്റാഫ് ഡ്രൈവറായ ശാന്തൻ ശ്രമിച്ചപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചു. ലേഖ ചേച്ചി വിളിച്ച് പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു 112 വിളിക്കാൻ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞ് പോലീസ് വന്ന് പുറത്തു വന്നിട്ട് റൂം വന്ന് തുറന്നു നോക്കുമ്പോൾ കാണുന്ന രംഗം വേറൊരു സ്ത്രീയുമായി മന്ത്രി ഗണേഷ് കുമാർ വേറൊരു രീതിക്ക് കണ്ടു. അവരെ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. ആ മൊബൈൽ പിടിച്ചു മേടിക്കാൻ അവിടെ ഭയങ്കര ശ്രമം നടന്നു. സെക്യൂരിറ്റി ഉണ്ട്, ഡ്രൈവറുണ്ട്, ഇവരെല്ലാവരും വെളിയിലുണ്ട്. മന്ത്രിയല്ലേ, മന്ത്രിയാവുമ്പം മന്ത്രിക്ക് സുരക്ഷ വേണമല്ലോ. അങ്ങനെ വെളിയിൽ കാവൽ ഭടന്മാരെ അങ്ങനെ നിയമിച്ച് നിർത്തിയിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട് മന്ത്രിയെ സംരക്ഷിക്കാൻ. ഈ ഒരു സ്ത്രീ ചെന്നിടന്ന് പിടിച്ചാൽ എന്തോ ഒന്ന് ബലം. നമുക്ക് ബാക്കിയേക്കാം. എന്നോട് ചോദിച്ചു മന്ത്രിയുടെ ആരാണ്? ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ലൈഫ് ബട്ട് ഐ നീഡ് പ്രൊട്ടക്ഷൻ. എനിക്ക് വീട്ടിനുള്ളിലേക്ക് തിരിച്ചു പോയി എന്റെ സാധനങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ കരുതിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കി, ഞാൻ പിണറായി വിജയൻ സാറെ വിളിക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു ഒന്നല്ല മാഡം വെയിറ്റ്. നല്ല കാര്യം തന്നെ. പിണറായി വിജയൻ സാറിനെ വിളിക്കണോന്ന്. അവര് വലം കൈയോ ഇടം കൈയോ ആയിട്ട് ഇരിക്കണവരെ. അത് കഴിഞ്ഞ് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിങ്ക് പോലീസ് വരുന്നു. അത് കഴിഞ്ഞ് അവര് വന്നു കഴിഞ്ഞു. അത് വന്ന് കഴിഞ്ഞപ്പോ മന്ത്രിയുടെ ഒരു സ്റ്റാഫ് പുറത്ത് വന്ന് പറഞ്ഞു, അയ്യോ ചേച്ചി പോലീസൊക്കെ എന്തിനാ ചേച്ചിക്ക് ഉള്ളിൽ വന്നത്? ചേച്ചിയുടെ വീടാണ്. എനിക്ക് എന്റെ വീടാണ്. എനിക്ക് ഈ സാധനങ്ങൾ എടുക്കാൻ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഞാൻ വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി വാ, ഉള്ളിൽ വാ എന്നപ്പോ പിങ്ക് പോലീസ് ഒരു മാഡം ഉള്ളിൽ പോകും, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ എങ്ങനെ വിളിക്കുന്ന ആവശ്യം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ ഉള്ളിൽ പോയി ഞാൻ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് തിരിച്ച് എന്ത് പെട്ടി പാക്കാനാ? 13 years ഓഫ് മൈ ലൈഫ് എന്താണ് ആ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ എന്താ പാക്ക് ചെയ്യുന്നത്? എന്നാലും ഞാൻ എന്തൊക്കെയോ പെട്ടിയിൽ വാരിയിട്ട് ഐ വാസ് ഇൻ സച്ച് എ ടെറിബിൾ സ്റ്റേറ്റ്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും പ്രദീപ് അവിടെ വാതിൽ അടച്ചു കഴിഞ്ഞു, മെയിൻ ഡോർ അടച്ചു. സോ ഐ വാസ് ട്രൈങ് ടു ഓപ്പൺ ദ ഡോർ. എന്റെ കൈയെല്ലാം പിടിച്ചു മാറ്റി വാതിൽ തുറക്കാൻ സമ്മതിക്കുന്നില്ല. ഐ ആം തിങ്കിങ് ദി പോലീസ് ഇസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ഫോർ മീ. അപ്പൊ ഞാൻ വാതിൽ കൊട്ടിയിട്ട് പറയുന്നു പോലീസ് ഹെൽപ്പ്. ഒരു ശബ്ദമില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ പ്രദീപിനോട് പറയും മര്യാദയ്ക്ക് മാറിക്കോ, എനിക്ക് പുറത്തു കിടക്കണം എന്ന് പറഞ്ഞ കേക്ക്. ആ വിഹിതത്തിന് കൂട്ടു നിൽക്കണവരാണ് മൊത്തം വെളിയിൽ നിൽക്കണ. സെക്യൂരിറ്റികളെ നിയമിച്ച് നിർത്തിയിട്ടാണ് ആ ബെഡ്റൂമിനകത്ത് ഇത് നടക്കണത്. അവരെ മൊബൈൽ മേടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കൈ വലിച്ചൊടിക്കുന്നുണ്ട്. ആ പിടിബലത്തിനിടയിൽ ആരുണ്ട്? ഒരു സ്ത്രീക്കാണിത് സംഭവിച്ചിരിക്കുന്നത്. അവസാനം ബാക്കിൽ മനോജ് നിൽക്കുന്നുണ്ട്. ഞാൻ മനോജ് ഒന്ന് പറയും പ്രദീപിനോട് വാല് തുറക്കാൻ, എനിക്ക് പോണം എന്ന്. പ്രദീപ് പറഞ്ഞാൽ മനോജ് പറയുന്നുണ്ട് പ്രദീപിനോട് വാല് തുറന്നു കൊടുക്കുകയെന്ന്. എന്നിട്ട് ഈ പ്രദീപ് കേൾക്കുന്നില്ല, എന്റെ കൈ പിടിച്ച് മാറ്റാൻ നോക്കുകയാണ്. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് തുറന്നോളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയോ തുറന്ന്. ഞാൻ വിചാരിക്കുന്നു പോലീസിനെ എന്തൊക്കെ പറയണമെന്ന് നോക്കും. ആരും ഇല്ല അവിടെ, ഒരാളും ഇല്ല. എന്നിട്ട് ഞാൻ എന്റെ ടാക്സി ഞാൻ വിളിച്ചത് അവര് അതിനെക്കാട്ടും പേടിച്ചു. ടാക്സിക്കാർ പോലും വരാൻ പേടിച്ചു. എന്നിട്ട് അവര് പുറത്ത് വെയിറ്റ് ചെയ്യണം. ഞാൻ അവരുടെ അടുത്ത് വരാൻ പറഞ്ഞു, അവര് പേടിച്ചു. അത് കഴിഞ്ഞ് കാറിലിരുന്ന് അവർക്ക് പേടി, മാഡം ഞങ്ങളെ വല്ലതും ചെയ്യോ? ഞാൻ പറഞ്ഞു ഞങ്ങളെ ആരും ചെയ്യില്ല, ഞങ്ങൾക്ക് പാലക്കാട്ടിലേക്ക്. എന്നിട്ട് ത്രൂ ഔട്ട് മൈ ജേർണി അവർക്ക് പേടിയാണ്, ഞങ്ങളെ വല്ലതും ചെയ്യോ? ഞങ്ങളുടെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളെ ആരും ചെയ്യില്ല, എന്നെ പാലക്കാട് കൊണ്ടുവിട്. രാത്രി 2 മണിക്കാണ് ഞാൻ പാലക്കാട് എത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇതുവരെയ്ക്കും ഞാൻ ആരുടെ ഫോണോ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതിന്റെ റീസൺ മന്ത്രി ഇപ്പൊ മിനിസ്റ്റർ ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു 112 വിളിക്കുന്നത് വട്ടായവരാണെന്ന്. എന്റെ ബെഡ്റൂമില് എന്റെ ഭർത്താവിന്റെ കൂടെ എനിക്ക് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാണുമ്പോ സാധാരണ ഒരു സ്ത്രീ എന്താ ചെയ്യുക? സാധാരണ ഒരു സ്ത്രീ അവരെ വെട്ടി മുറുക്കും അല്ലേ? നമ്മൾ ഈ സിനിമ
വെട്ടിഞ്ഞൂർക്കും. അത് മാത്രമല്ല, അവർക്ക് വട്ടാണെന്ന് പറഞ്ഞെന്ന്. വട്ടാണ്, സംശയ രോഗമാണെന്ന് അതെല്ലാവരും പറയണതാണ്. ഒന്നുകിൽ ഇത് കാണാത്തത് കണ്ടുപിടിക്കാൻ പറയും, ഒന്നുകിൽ പറയും വട്ട്, അല്ലെങ്കിൽ അവൾക്ക് സംശയ രോഗം. ഇത് തന്നെയാണ് പറയണത്. ഇതെല്ലാവരുടെ ഇടയിലും ഉള്ളതാണ് കേട്ടോ. ഡോക്ടർ കാണുന്നത് അങ്ങനെയല്ലേ? മന്ത്രി സിനിമയിൽ അഭിനയിക്കുന്നതല്ലേ? അങ്ങനെയാണോ ചെയ്യാൻ? നമ്മള് ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മളും കൂടെ ചേർന്ന് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കില്ലല്ലോ. ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ മന്ത്രിയെ തൊട്ടില്ല, ആ സ്ത്രീയെ തൊട്ടില്ല, ഞാൻ ആരെയും ഒരു ബാഡായിട്ടൊന്നും പറഞ്ഞില്ല. ബിക്കോസ് ഐ ആം എ ബിലീവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ അങ്ങനെയല്ല ബൈബിളിൽ പഠിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സ് വിഷമമാണ്. പക്ഷേ എനിക്ക് വട്ടാണ്, ഇതെനിക്ക് അറിയായിരുന്നു. എനിക്ക് സംശയ രോഗമാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്നതിന്റെ കൊണ്ട് മാത്രം ഞാൻ ആ ഫോണിൽ അതെല്ലാം പകർത്തി. അപ്പൊ ശാന്തനോട് പറഞ്ഞു അവരുടെ ഫോൺ എടുത്ത് മാറ്റി അവർ തടയെന്ന് പറഞ്ഞു. ശാന്തൻ അത് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഞാനത് എനിക്കറിയായിരുന്നു. അപ്പൊ ഞാൻ ലാസ്റ്റ് ആയ നമ്പർ ലേഖ ചേച്ചി ആക്കിയിട്ടാണ് ഞാൻ പോയത്. ഞാൻ ചേച്ചിയെ വിളിച്ചാൽ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ചേച്ചിയെ വിളിക്കുകയാണെന്ന്. അവർക്ക് അറിയാം ലേഖ ചേച്ചി എന്ന് പറഞ്ഞാൽ ലേഖ ചേച്ചിനെ എന്നായിരിക്കും വിളിക്കുന്നുണ്ടാവുക. അപ്പൊ അവരൊന്നും മടിച്ചു. അത് ആ ഒരു സെക്കൻഡിൽ ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടിയെന്ന് ചേച്ചിയെ വിളിച്ചു. ഞാൻ ചേച്ചി പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഉടനെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കാൻ. അങ്ങനെ കഴിഞ്ഞിട്ട് അവരെന്നെ അവർക്കുണ്ടായ അനുഭവങ്ങളാണ് പറഞ്ഞത്. ഇതുപോലെ ആദ്യ ഭാര്യയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഗണേശ് അണ്ണൻ്റെ ഭാര്യ, ആദ്യ ഭാര്യയായ യാമിനി പറയണത് കേൾക്കാം. ഞങ്ങളായിട്ട് 10-16 വർഷമായിട്ട് ഈ ഫിസിക്കൽ അബ്യൂസ് നടക്കുകയാണ്. എല്ലാ പ്രാവശ്യവും നടക്കുന്നത് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, ഇതേപോലത്തെ ഒരു വേറെ സ്ത്രീകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കുമ്പോഴാണ് ഈ പീഡനം നടക്കുന്നത്. കറക്റ്റാണ്. ഇങ്ങനെയുള്ള വേറെ സ്ത്രീകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കുമ്പോഴാണ് ഒരു കുടുംബത്തിൽ വിഷയം ഉണ്ടാവുന്നത്. അത് ചോദിക്കാതിരുന്ന് നീ പോണ വഴിക്കങ്ങ് പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിട്ടാൽ ഒരു കുഴപ്പമില്ല. അഡ്ജസ്റ്റ് ചെയ്ത് ഭാര്യമാർ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പം അവിടെ സംഭവിക്കാൻ പോണില്ല. അത് എല്ലാവർക്കും അറിയാം. ആ വീട്ടിൽ അന്നും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ടി ബാലകൃഷ്ണനും ബിന്ദു ബാലകൃഷ്ണനുമാണ്. അപ്പോൾ CMന്റെ അടുത്ത് കംപ്ലൈൻറ്റ് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ചാൻസ് തരണം, ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തോട്ടെ, ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു പോം വഴി കാണും, അത് ശരിയാക്കി തരാം. ആ ഒരു ഉറപ്പിൽ മാത്രമാണ് ഞാൻ ഇത്രയും നാളും മുന്നോട്ട് വരാതിരുന്നത്. CM പറഞ്ഞു നമുക്ക് എന്താണെന്ന് വെച്ചാൽ പരിഹാരം കാണാം. ഞാൻ എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തിലാണ് CMനെ കണ്ടിരുന്നത്. എന്നിട്ട് അദ്ദേഹവും കൂടെ ചേർന്നാണ് എന്നെ ഇപ്പം ചീറ്റ് ചെയ്തിരിക്കുന്നത്. അന്നത്തെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അന്ന് ഞാൻ കൊണ്ടുപോയ എൻ്റെ കോപ്പി. പിന്നെ ഇനിയിപ്പോൾ ഗണേഷ് കുമാർ, നമ്മുടെ മന്ത്രി ഗണേശണ്ണൻ നമ്മളെ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറയുന്ന വാക്കുകളാണ്. അതൊന്ന് കേട്ട് നോക്കണം. ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കണം. ആ പാവം മനുഷ്യനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ നമുക്കറിയാമല്ലോ, നമ്മളെ സരിത നായർ ചേച്ചി ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി ഗണേശേട്ടനും എല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ചെയ്തു കൂട്ടിയ വേലകളൊക്കെ നമുക്കറിയാം. സരിത ചേച്ചി നമ്മളെ ഗണേശ് അണ്ണനും കൂടെ എന്തൊക്കെയായിരുന്നു എന്നും ഒക്കെ അറിയാം. ഇപ്പം സരിത നായർ അതൊക്കെ ഏറ്റു പറഞ്ഞ്, ഇത് നമ്മളെ ഉമ്മൻചാണ്ടി സാറ് മരിക്കണേന് മുമ്പ് ഇതൊക്കെ ഒന്ന് ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ അതൊന്നും അന്ന് പറഞ്ഞില്ല. അതിനെന്ത് ഫലം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുക തന്നെ. ഇപ്പം എന്താ കിടന്ന കിടപ്പിന്ന് ആ സ്ത്രീ കിഴിക്കാൻ പോലും വയ്യ. ആ പാവപ്പെട്ട മനുഷ്യൻ്റെ ഉരുകിയാണ് ആ മനുഷ്യൻ തീർന്നത്. ഇയാളുണ്ടല്ലോ ചില്ലറക്കാരനല്ല കേട്ടോ, പറയണമെന്ന് കേട്ടു നോക്കണേ. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ച വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. അത് ഓർത്താ നല്ലത്. വായിൽ വിരലിടരുത്. ഞാൻ പഴയ കഥകളൊക്കെ പറയും. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി 2 വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയും. അല്ലാതെ കയ്യിരിപ്പ് കൊണ്ടല്ല, കണ്ട സ്ത്രീകളെല്ലാം വിളിച്ചു കയറ്റി അതൊക്കെ അങ്ങനെ കാണുന്നത് കൊണ്ടല്ല ഈ ഭാര്യമാർ പോണത്. എല്ലാ 2 ഭാര്യമാരും പോയത് ഈ അവിഹിതം പിടിച്ചാണ് പോയത്. ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയൂ, മേലിൽ ഇത് പറയരുത്, പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും. എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ. ആരെയാ ചതിച്ചതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കും. ഞാൻ ഇത്ര നാൾ ഉണ്ടായിരുന്ന ആളാണ്, എന്നെ കൊണ്ട് പറയിക്കരുത്. അത് മാത്രമേ എനിക്ക് ചാണ്ടി ഉമ്മനോട് പറയാനുള്ളൂ. കള്ളം പറയുന്നതും കള്ളസാക്ഷി പറയുന്നതും. ഇലക്ഷൻ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനങ്ങളെ ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല. അന്നും ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിലില്ല.
ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ആ പാവം മനുഷ്യൻ ആരെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തെല്ലാണ് പറഞ്ഞുണ്ടാക്കി. ഈ സരിത ചേച്ചി, ഇപ്പം കിടപ്പിലായ സരിത ചേച്ചി എന്തെല്ലാം പറഞ്ഞു. അതൊക്കെ അല്ലേ ഇപ്പം സരിത ചേച്ചി അനുഭവിക്കുന്നത്. അതുപോലെയാണ് ഇയാൾ എല്ലെണ്ണം കണക്ക് തന്നെ. ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു? ഞാൻ എന്ത് ലഭിക്കാനാണ് ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത്? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എൻ്റെ മന്ത്രിസ്ഥാനം 2003 രാജിവെപ്പിച്ചത്? ഞാൻ ഏത് കുറ്റമാണ് ചെയ്തത്? എൻ്റെ പേരിൽ ഏത് കേസാണുള്ളത് ഈ നാട്ടിൽ? സത്യസന്ധമായി ഞാൻ ജീവിച്ചതാണോ? നെല്ലിയാമ്പേദയെ പോലെ വനഭൂമി പതിച്ചു കൊടുക്കാൻ തയ്യാറാവാത്തതുകൊണ്ടാണോ ഞാൻ രാജിവെച്ചത്? സത്യസന്ധമായി ജീവിച്ച കണക്കൊന്നും ഇവിടെ പറയണ്ട. നല്ല സത്യസന്ധതയോടുകൂടി തന്നെ ജീവിക്കും. ജീവിച്ചതും ജീവിച്ചു പോണതും ബാക്കി പറയണ. ഒരു കുടുംബ വഴക്കിന് മന്ത്രിയെ രാജിവെപ്പിച്ചേച്ച് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് നടന്ന് പറ്റിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞാൽ കൊള്ളാമോ? അതൊന്നും പറയരുത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഞാൻ അദ്ദേഹത്തെ ചതിച്ചെന്നോ ദ്രോഹിച്ചെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പം ഇറങ്ങിയിരിക്കുകയാണ്. ആരാണ്ട് പറയുന്ന കേട്ടുകൊണ്ട് കൂലി തല്ലുകാരനായിട്ട് ഇറങ്ങരുത്. ഇറങ്ങിയാൽ പലതും പറയേണ്ടി വരും. പറയിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാന്യമായിട്ട് ഞാൻ പറയുകയാണ്, അത് പറയിക്കണ്ട. മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പേരിൽ അങ്ങനെ കേസെന്ന്, ഗണേഷ് ഏട്ടൻ്റെ പേരിൽ അങ്ങനെ കേസൊന്നും വരില്ല. നമ്മളെ മുഖ്യമന്ത്രി ഉള്ളിടത്തോളം കാലം ഒരു കേസും വരില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഭയങ്കര മിടുക്കായിരുന്നു. സ്ത്രീ വിഷയത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അതും ഹോട്ടലിലായിരുന്ന സമയത്താണ് അറസ്റ്റ് ചെയ്യിക്കുന്നത്. നമ്മളെ എല്ലാവരും കൂടെ ചേർന്ന് ആണ് നമ്മളെ മുഖ്യന് എല്ലാവരുടെയും കൂടെയൊക്കെ ഒരു ഇത്. അന്നൊക്കെ നമ്മളെ ഗണേശെണ്ണം വന്നിന്ന് ഭയങ്കര ഘോരം പ്രസംഗിക്കണായിട്ട് അവൻ രാജിവെച്ചു പോണം, അവൻ പെണ്ണുപിടിയനാണ്, മറ്റോനാണ് മറിച്ചോനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോണ രംഗങ്ങൾ മീഡിയക്കാരെല്ലാം കൂടി വട്ടം തിരിഞ്ഞ് മൊത്തത്തിൽ മീഡിയക്കാർ തള്ളിക്കയറി. അതുപോലെ തന്നെ പോലീസ് കൊണ്ടങ്ങ് നിറഞ്ഞ് അയാൾ അറിഞ്ഞതുപോലും ഇല്ല അവിടെ വന്ന് റൂമിൽ മുട്ടുന്നു, തുറന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. പരസ്യമായിട്ടാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ഇവർക്കൊക്കെ എന്തെങ്കിലും ഇത് വരെയാണ്. നമ്മളെ മുകേഷും മോശമൊന്നും അല്ല കേട്ടാ. മുകേഷിനായിരുന്നാലും ഗണേഷിനായിരുന്നാലും സ്ത്രീ വിഷയങ്ങൾ രണ്ടെണ്ണം കണക്ക് തന്നെ. സ്ത്രീ വിഷയങ്ങൾ വരുമ്പം അവരെ തേച്ച് മാച്ച് കളയാനായിട്ട് ആളുണ്ട്. അല്ലെങ്കിൽ വേറൊരു വശത്തൂടെ ആരും അറിയാതെ, ഒരു മീഡിയക്കാരും അറിയാതെ രഹസ്യമായിട്ട് പൊത്തിപ്പൊതിഞ്ഞ് കൊണ്ടുപോകും. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ കാര്യം കേൾക്കാം. ആ പാവപ്പെട്ട മനുഷ്യൻ കുറച്ച് നാൾ കിടന്നല്ലോ ജയിലിൽ. അന്നൊക്കെ എങ്ങനെ എന്തൊരു പ്രസംഗമായിരുന്നു ഈ ഗണേശണ്ണ. അപ്പം നമുക്ക് രാഹുലിൻ്റെ വാക്ക് കേൾക്കാം. പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ പറ്റി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ എന്ത് യോഗ്യതയുള്ളതെന്ന്. ശ്രീ ഗണേഷ് കുമാറിനെ പറ്റി എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് ഞങ്ങളുടെ നേതാവായിരുന്ന ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം ശ്രീ കെ ബി ഗണേഷ് കുമാറിനെ പറ്റി പറഞ്ഞൊരു ആരോപണമുണ്ട്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് എൻ്റെ ഭാര്യയെ സംശയമില്ലാത്തത് കൊണ്ട് മാത്രം ശ്രീ കെ ബി ഗണേഷ് കുമാർ എൻ്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത്ര അഗ്രസീവാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അദ്ദേഹം IVF സെൻ്ററുകളുടെ കാര്യം പറഞ്ഞു. IVF സെൻ്ററുകൾ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന പത്തനാപുരത്താണ് എന്ന് ചില അനുഭവസ്ഥർ തന്നെ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ല, ഈ മീഡിയക്കാർ ഇത്രയും രാഹുൽ മാങ്കൂട്ടത്തലിനെ പൊതിഞ്ഞ് നിൽക്കുന്നല്ലോ, എന്തുകൊണ്ട് ഗണേഷ് കുമാറിൻ്റെ അടുത്തോട്ട് മീഡിയക്കാർ പോണില്ലല്ലോ? അയാളെ വാക്ക് എന്തുകൊണ്ട് കേൾക്കണില്ല? ഒരു മീഡിയക്കാരും പോണില്ല. ഈ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പം മീഡിയക്കാരെല്ലാം കൂടെ പിറക്കേ ഓടണ്. എന്തെല്ലാമാണ് പറഞ്ഞുണ്ടാക്കിയത്. ഇവിടെ ഇപ്പോൾ അതൊന്നുമല്ലല്ലോ വിഷയം. എത്ര ഗൗരവതരമായ വിഷയമാണ്. ശ്രീ കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്നത് മറ്റാരെയും പോലെയല്ല. സാധാരണ ഒരാളെ 3 പേരടിക്കുക, ആ 3 പേരടിച്ചതിൻ്റെ 3 പാടുണ്ടാവുക എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. പക്ഷേ ശ്രീ കെ ബി ഗണേഷ് കുമാറിൻ്റെ ചരിത്രം എന്താണ്? ഒരൊറ്റ അടിയിലെ ഒരു പാടിന് 3 അവകാശികൾ ഉണ്ടായ ആളാണ് ശ്രീ കെ ബി ഗണേഷ് കുമാർ, അല്ലേ? സാധാരണ 3 അടി ഉണ്ടാകാറുണ്ട്. ഇത് ഒറ്റ അടിക്ക് 3 അവകാശികൾ ഉണ്ടായിട്ടുള്ള ആളാണ്. ആ അടിയുടെ പാടിന് 3 അവകാശികൾ ഉണ്ടായിട്ടുള്ള ആളാണ് ശ്രീ കെ ബി ഗണേഷ് കുമാർ. ഇതൊക്കെ കേരളീയ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലിയാണ് എന്ന് ശ്രീ കെ ബി ഗണേഷ് കുമാർ മനസ്സിലാക്കി നന്നായിരിക്കും. ഇനി ഗൗരവതരമായ ചോദ്യമുള്ളത്, ഈ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഒരു മെയിലിലൂടെ ഊരും പേരുമില്ലാത്ത, ആരുടേതാണെന്ന് പോലും അറിയാത്ത മെയിലിലൂടെ
SIT രൂപീകരിച്ച് അന്വേഷണം നടത്തി ഒരു ഹോട്ടൽ വളഞ്ഞ് ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു സ്ത്രീ നേരിട്ട് വന്നു കൊടുത്ത പരാതിയല്ല, മെയിൽ അയച്ചുകൊണ്ട് ആ കേസ് എടുക്കണമെങ്കിൽ നമ്മളെ മുഖ്യമന്ത്രി കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കാനായിട്ടുള്ളത്, അങ്ങയുടെ ക്ലിഫ് ഹൗസിനോട് വളരെ അടുത്ത് താമസിക്കുന്ന ശ്രീ KB ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അങ്ങയുടെ പോലീസ് എപ്പോഴാണ് പുറപ്പെടുക? എപ്പോഴാണ് ആ മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങിച്ചതിന് ശേഷം കസേരയിലേക്ക് ചമറഞ്ഞിരുന്നിട്ട് കപ്പിൽ ചായ കുടിക്കുക എന്നൊക്കെ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഗണേഷ് കുമാറിൻ്റെ രാജി എപ്പോഴാണെന്നുള്ളത് കാണാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഇതിനകത്ത് വളരെ ഗൗരവതരമായ വിഷയമുണ്ട്. കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്, ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനകത്ത് ആ ആരോപണങ്ങളുടെ കേസ് അന്വേഷിക്കുന്നതിനകത്ത് രാഷ്ട്രീയമുണ്ടോ? ജനങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദിക്കുമ്പോൾ ഇവരെന്താ മറുപടി പറയാൻ പോകുന്നത്? ശ്രീ KB ഗണേഷ് കുമാറിനെ പോലെ നിരന്തരമായ ആരോപണങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സീരിയസ് ആയിട്ട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡർ ഗണേഷ് കുമാർ പറഞ്ഞുകൊണ്ട് കിടക്കണം അത് കുടുംബ പ്രശ്നമാണെന്ന്. അപ്പം കുടുംബത്ത് ഭാര്യ എന്തു വേണമെങ്കിലും അനുഭവിക്കാം. മറ്റുള്ള സ്ത്രീകളെ ബെഡ്റൂമിനകത്ത് വിളിച്ചുകൊണ്ട് വന്ന് അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തി കാണിക്കുമ്പോൾ ഭാര്യമാർ സഹിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ട അങ്ങനെ അല്ലായിരുന്നല്ലോ. അയാൾ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. ഭാര്യയും വെച്ചുകൊണ്ടിരിക്കവെയാണ് ഇങ്ങനത്തെയുള്ള പ്രവൃത്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് പോവേണ് പുള്ളിക്കാരൻ. മുൻപ് നടന്ന ബസ്കോൾ മന്ത്രി KB ഗണേഷ് കുമാറിനോട് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടേക്കുമെന്നാണ് സൂചന വരുന്നത്. ഒപ്പം ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. അതിൽ ഗണേഷ് കുമാർ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും മന്ത്രിസഭാ യോഗത്തിലും ഈ വിഷയം പരിഗണനയ്ക്ക് വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. CPI ഉൾപ്പെടെ കടുത്ത നിലപാട് സ്വീകരിക്കും എന്നാണ് അറിയുന്നത്. അമൽ തേരമ്പറമ്പിൽ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, വാളകത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് മുന്നിലേക്കായിരിക്കും ഇനി നേരെ എത്തുന്നത്. രാജിയിലേക്കാണോ? കൊടിവെച്ച സംസ്ഥാന സർക്കാരിന്റെ 7ാം നമ്പർ കാറിൽ വാളകത്ത് നിന്നും മന്ത്രി തിരുവനന്തപുരത്തേക്ക് വരികയാണ്. തിരുവനന്തപുരത്തേക്കുള്ള വരവ് ഇപ്പോൾ പഴയ MC റോഡ് കട്ട് ചെയ്ത് കയറുന്ന ഒരു സ്ഥലമുണ്ട്. അവിടവും പാസ് ചെയ്ത് മുന്നോട്ട് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അധികം വൈകാതെ തന്നെ മന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തും. തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ നടന്ന വിവാദങ്ങളിൽ തന്റെ നിലപാടെന്ത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. ഇതൊരു കുടുംബ പ്രശ്നമാണ് എന്നുള്ള കാര്യം പറയാനായിരിക്കും KB ഗണേഷ് കുമാർ തയ്യാറാവുക. നേരത്തെ രാഹുൽ പറഞ്ഞു വെച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നലെ കണ്ട ഗണേഷ് കുമാർ അല്ല ഇന്നത്തെ ഗണേഷ് കുമാർ എന്ന കാര്യത്തിൽ സംശയമില്ല. സാധാരണ നിലയിൽ എന്ത് തരത്തിലുള്ള വിവാദം വന്നാലും, പ്രത്യേകിച്ചും ഈ പത്രാപുരത്ത് നിന്നുമൊക്കെ ഇറങ്ങുമ്പോൾ ഏത് മാധ്യമപ്രവർത്തകർ, അതിപ്പോൾ ഒരു മൊബൈലുമായി പോയി ആരെങ്കിലും ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന ആളുകൾ പോയി സംസാരിച്ചാൽ പോലും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു ഗണേഷ് കുമാറിനെ നമ്മൾ നിരന്തരമായി കാണുന്നില്ല. ഇന്ന് ഗണേഷ് കുമാർ മറ്റൊരു തരത്തിലാണ് പെരുമാറുന്നത്. പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. രാഹുൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവിടുന്ന് സ്റ്റാഫുകളടക്കം പുറത്തേക്ക് ഇറങ്ങി വന്ന് പ്രതികരണമില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ പ്രതികരണം തേടുകയും ചെയ്തു. ഗണേഷ് കുമാർ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഇന്നലെ ഈ വിവാദം വന്നത് മുതൽ തന്നെ ഇടത് നേതാക്കളുമായി ഗണേഷ് കുമാർ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. തന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വിശദീകരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്തോട്ട് തള്ളിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇനി പോയി പറയണ നമ്മുടെ കുടുംബ പ്രശ്നമാണ്, നമ്മുടെ ഭാര്യ ഭർത്താവും തങ്ങളിലുള്ള ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഒത്തുതീർപ്പ് സഭയൊക്കെ രൂപീകരിച്ച് ഒക്കെ വരും. മുമ്പ് ഈ ആദ്യ ഭാര്യയായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആദ്യ ഭാര്യ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അപ്പോഴാ സമയത്തൊക്കെയാണ് ഇയാളെ മുഖത്തും ഒക്കെ നല്ല ഇടിച്ച പാടൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഭാര്യയാണോ അതിനി വേറെ ആരെങ്കിലും ആണോ എന്നറിയാൻ വയ്യ. മുഖമൊക്കെ കള്ളി കീറി നല്ല ഇടത്തിൽ കിട്ടിയെങ്കിൽ അത് നല്ല കാര്യം. എന്നിട്ടിപ്പം എന്താ അടുത്ത ഇത് 2ാം ഭാര്യയ്ക്കും ഈ അനുഭവം ഉണ്ടായിരിക്കുകയാണ്. ആദ്യ കുടുംബജീവിതത്തിൽ ഇതിങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ 2ാമത്തെ ഈ ഭാര്യയായ ഇവർക്ക് അറിഞ്ഞ് ഇയാളെ സ്വഭാവം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ചെന്ന് കയറിയത്. പക്ഷേ അതിലും ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. യവന്മാരെ ഒറ്റ എണ്ണത്തിനെയും വിശ്വസിക്കാൻ കൊള്ളൂലെന്നേ. ഈ പാവപ്പെട്ട ജനങ്ങളുടെ പണം കൊണ്ട്, അതായത് നികുതി പണം കൊണ്ട് അവരെ ആഡംബര ജീവിതങ്ങൾ നയിക്കുന്നു. ഇപ്പോൾ 10 സെൻറ്റ് പെരയിടം വാങ്ങിച്ചാലും അതിന് നികുതി അടയ്ക്കണം. ഈ പാവപ്പെട്ട ജനങ്ങൾ അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടായിരിക്കും വെയിലത്ത് അധ്വാനിച്ചിട്ടായിരിക്കും ഈ 10 സെൻറ്റ് പെരയിടം വാങ്ങിക്കണം. അതിനും നികുതി അടയ്ക്കണം. ഇങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ ഇങ്ങനെയൊക്കെയാണ് നടക്കണത്.
പാവങ്ങളുടെ പണം കൈയിട്ട് വാരി നടക്കുന്ന ഇതൊക്കെ ഇങ്ങനെ തന്നെ അനുഭവിക്കണം, ഇങ്ങനെ അനുഭവിച്ച് തീരണം. അതുപോലെ ഉമ്മൻചാണ്ടി സാറിനെ വേദനിപ്പിച്ചതിന് അതിൻ്റെ ഫലമാണ് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് ഉറപ്പാണ്.